വിസ്മയം കോൺഗ്രസിൽ മാത്രമല്ല കണ്ണൂരിൽ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തു. സണ്ണി ജോസഫ് പെരുമ്പാവൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷാജി ബി.ജെ.പിയിൽ ചേർന്നത്. കോൺഗ്രസ് പാരമ്പര്യമുള്ള ഷാജി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് ബി.ജെ.പിയിൽ ചേർന്നതെന്ന് ന്യൂസ് 18നോട് പറഞ്ഞു. സാധാരണ പ്രവർത്തനമായി തുടരുമെന്നും ഷാജി വ്യക്തമാക്കി. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഇളയ സഹോദരനാണ് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. ഷാജി വി ജോൺ തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് ബി.ജെ.പിയിൽ ചേരാനിടയായ ഒരു സാഹചര്യം? ബി.ജെ.പിയിൽ ചേരാൻ കുറച്ചു കാലം ആലോചിക്കുന്നതാണ്. അത് ഇന്നലെയാണ് തീരുമാനിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട്. ബി.ജെ.പിയിൽ ചേരാനുള്ള കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള ചിന്താഗതിയിലൂടെയാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന രാജ്യ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക, അതിനോടൊപ്പം നിൽക്കുക, കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടിന്മയ്ക്കെതിരെ നിൽക്കുക എന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് ഞാൻ ഈ തീരുമാനത്തിൽ ചേർന്നിട്ടുള്ളത്. എന്തായിരുന്നു രാഷ്ട്രീയ പാരമ്പര്യം? നേരത്തെ KSUവിലായിരുന്നു, മണ്ഡലം പ്രസിഡന്റായിരുന്നു. എങ്ങനെയായിരുന്നു ഈ? ഞാൻ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 12 വയസ്സിൽ KSU മെമ്പറായി ചേർന്നതാണ്. ഹൈസ്കൂൾ യൂണിറ്റ് 2 വർഷം പ്രസിഡന്റായിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൽ KSU ഭാരവാഹിയായിരുന്നു, കോളേജ് യൂണിയൻ കൗൺസിൽ ചെയർമാനായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോവുകയും ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാകുകയും മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകുകയും പിന്നീട് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആകും. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കോൺഗ്രസിന് അടിവേരുകളുള്ള ശക്തിയുള്ള ഒരു പ്രദേശമായ ഉളിക്കൽ പഞ്ചായത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ സമ്മേളനങ്ങളിലും പ്രവർത്തനങ്ങളിലും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകനായി അതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. ഈ സഹോദരനുമായി നല്ല ബന്ധത്തിലാണോ? എന്താണ് സഹോദരൻ ഇങ്ങനെ ഒരു ബി.ജെ.പിയിലേക്ക് ചേരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്ത്? രാഷ്ട്രീയത്തിൽ സഹോദരൻ എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ A.V. താമരാജനും പിന്നെ V. ദിനകരനും MLA മാരായിട്ട് കേരള നിയമസഭയിലുള്ളപ്പം അവർ സഹോദരങ്ങളായിരുന്നു. 2 പാർട്ടിയിലായിരുന്നു. ഒരാൾ RSPയിലും ഒരാൾ ധീവരസഭയുടെ നേതാവ്. 2 പേര് MLA മാരായിരുന്നു. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം. ആ സമയത്ത് സഹോദരൻ ഇങ്ങനെ പോകുന്നു പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്? അല്ല, അത് ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. കാരണം എൻ്റെ വേറൊരു സഹോദരൻ CPM അനുഭാവിയാണ്, സണ്ണി ജോസഫിൻ്റെ സഹോദരൻ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയ സഹോദരൻ ഞാനല്ല, എൻ്റെ അനുജനുണ്ട്. ഇളയ സഹോദരൻ എന്ന് പറയാം, പക്ഷേ ഏറ്റവും ഇളയ എൻ്റെ അനുജനുണ്ട്. അപ്പം ഞാൻ ഇളയ സഹോദരനാണ്. ഇത് കുടുംബ ബന്ധത്തെയോ രാഷ്ട്രീയത്തെയോ ആരെയും ബാധിക്കുന്നില്ല. ഇത് വ്യക്തിപരമാണ്. എൻ്റെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമാണ്. ജ്യേഷ്ഠൻ KPCC പ്രസിഡന്റാണ്. അവരാരും രാഷ്ട്രീയം മാറിയിട്ടില്ല. ഞാൻ എൻ്റേതായ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അവരോട് ആരോടും ഈ തരത്തിൽ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം, അതെല്ലാം വ്യക്തിപരമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ കേരളത്തിലെ 35-40 സീറ്റിൽ വരെ നിർണായക ശക്തിയായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ പൊതുവെ സംസ്ഥാന തലത്തിൽ നിങ്ങൾ നോക്കിക്കാണുന്നത്? അത്തരത്തിലുള്ള ഒരു വിശദമായ വിലയിരുത്തലിനൊന്നും ഞാൻ പ്രാപ്തനല്ല. ഏത് രീതിയിലായിരിക്കും ഇനി പ്രവർത്തനം? എൻ്റെ ബി.ജെ.പിയുടെ താഴെത്തരത്തിൽ സാധാരണ പ്രവർത്തനമായി താഴെത്തരത്തിൽ എൻ്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാലങ്ങളായി ഞാൻ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നടത്തി വരാറുള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതുതന്നെയില്ല. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി സജീവമായിട്ടുണ്ടാവും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി. അത് പാർട്ടി നിർദ്ദേശിക്കുന്നതനുസരിച്ച് എനിക്ക് ഏറ്റവും താല്പര്യം എൻ്റെ പ്രാദേശികമായ തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതിനോടാണ്. ബി.ജെ.പിയുടെ ഇരിക്കോട് നിന്നുകൊണ്ടും മുളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയോടും ചേർന്ന് ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതിനാണ്. പ്രദേശങ്ങൾ അറിയാവുന്ന ആളുകളെ അറിയാവുന്നതുകൊണ്ട് അതാണ് എനിക്ക് താല്പര്യം. എന്തായാലും KPCC പ്രസിഡന്റ് വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു അവരുടെ കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് ഒരു വിസ്മയം ഉണ്ടായിരിക്കുന്നത്. വിസ്മയത്തിൻ്റെ കാലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിരവധി വിസ്മയങ്ങൾ കണ്ടു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് ഇത് ഒരു മുതൽക്കൂട്ടാകുകയും ചെയ്യും. KV ബൈജു, ന്യൂസ് 18, കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.